ചിന്തകൾക്ക് പ്രതിരോധിക്കുകയാണ് യോഗ. ഈ യോഗയിൽ അനുഭവിക്കുന്ന സുഖം എവിടെ നിന്നാണ്? ഉറങ്ങുമ്പോൾ എല്ലാ ദുഃഖവും ദുരിതവും നമ്മൾ എന്ത് ചെയ്യുന്നു? ബാൻ ചെയ്യുന്നു. അപ്പോൾ ഉറക്കത്തിലെ സുഖം യഥസുഷുപ്തൗ ന തവ അസ്ഥി ദുഃഖം. ഈ സമയത്ത് അസ്ഥി നിലനിൽപ്പില്ല. എന്തിന്? ദുഃഖത്തിന്. എപ്പോ? യഥസുഷുപ്തൗ, സുഷുപ്തി കാലത്ത്. അപ്പോൾ സുഷുപ്തിയിൽ നാം അനുഭവിക്കുന്ന ജീവിത സുഖം ഇതാണ് വേദങ്ങൾ പറയുന്നത്. യഥസുഷുപ്തൗ ന തവ അസ്ഥി ദുഃഖം. യജുർവേദത്തിൽ പറയും സ്വപ്നേ സജീവേ സുഖദുഃഖഭോക്ത സ്വമായയാ കൽപ്പിത ജീവലോകേ സുഷുപ്തികാലേ സകലേ വിലിത. സകലവും അന്തരാത്മാവിൽ ലയിച്ച് സുഖസ്വരൂപം ശാന്തമായ ജീവിത സുഖം അനുഭവിക്കുന്നു. ഈ സുഖം ജീവിതത്തിൽ എപ്പോഴും സമയത്തും സ്വപ്നത്തിലും സുഷുപ്തിയിൽ അനുഭവിക്കുന്ന സുഖം നമ്മൾ കൊണ്ടു നടക്കാൻ ഭഗവാൻ പറയുന്ന ഉത്തമമായ മാർഗമുണ്ട്. ശ്രീ മധുസൂദന ഉവാച. ആരാണിത് പറയുന്നത്? പ്രേമസ്വരൂപനായ കൃഷ്ണനാണ് പറയുന്നത്. മധുവത് സൂദ്യതേ ഇതി മധുസൂദന. പ്രപഞ്ചത്തിലെ സർവമധുരങ്ങൾക്കും ഇരിപ്പിടമായ, സർവമധുരാനുഭൂതിക്കും ഇരിപ്പിടമായ, സർവ തേന്തുള്ളികളും ആയ കൃഷ്ണൻ ജീവിത മധുരത്തിനായി നമ്മളെ ഉയർത്തുകയാണ് ഭാഗവതത്തിലൂടെ. അതുകൊണ്ടാണ് ഭഗവാന് മധുസൂദനൻ എന്ന പേര് കിട്ടിയിരിക്കുന്നത്. ചില ആൾക്കാർക്കൊക്കെ മധുസൂദനൻ എന്ന പേരുണ്ടാവും. ദുഃഖ ദുരിതത്തിലായിരിക്കും അവരുടെ ജീവിതം. ഇവരെയൊക്കെ സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ജാതി മത വർണ്ണ വർഗ ലിംഗ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യർക്കും ഈ ശ്രീമദ് ഭാഗവതം ജീവിതത്തിൽ പഠിച്ച് ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇത് നമ്മളാദ്യം പഠിക്കണം. നമ്മളെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചില്ല എന്ന് എസ്കേപ്പ് പറഞ്ഞ് രക്ഷപ്പെടരുത്. നമ്മളിത് പഠിച്ച് നമ്മളെ ഭാര്യയെ പഠിപ്പിക്കണം, നമ്മളെ അച്ഛനെ പഠിപ്പിക്കണം, നമ്മളെ അമ്മയെ പഠിപ്പിക്കണം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം വസന്തമായി തീരും. സുഗന്ധപൂരിതമല്ല, അതൊരു പുഷ്പത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. മറിച്ച് ഒരു വസന്തമായി നമുക്ക് ഉയരാൻ. ഇതിന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു നല്ല ശ്ലോകമുണ്ട്. ഏകാദശം എന്ന് പറയുമ്പോൾ തന്നെ മധുരമാണ്. അതിൽ 23-ാമത്തെ അധ്യായത്തിൽ